ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ ആയത് കാരണം കൊണ്ട് നോമ്പ് തുറക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. പത്തിരിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ 1.5 കിലോ ബീഫാണ് ചേർക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച ബീഫാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ബീഫിൻ്റെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ വേറെ ഉണ്ട്. ഞാനിത് ലാസ്റ്റ് എൻഡ് സ്ക്രീനിൻ്റെ പ്ലേലിസ്റ്റ് കൊടുക്കാം. മേലെ കാർഡിൽ ഞാൻ ബീഫിൻ്റെ റെസിപ്പീസിൻ്റെ ലിങ്കും കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത് നമ്മളിപ്പോൾ ചേർക്കുന്നത് സവാളയാണ് കേട്ടോ. 2 വലിയ സവാള അരിഞ്ഞതാണ് ഇപ്പോൾ ബീഫിലേക്ക് ചേർത്തത്. അതുപോലെ 2 തക്കാളി. ഇനി നമ്മളതിലേക്ക് ഒരു 3-4 പച്ചമുളക് നടുകെ കീറിയതാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. സാധാരണ നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. പിന്നെ ഇനി ചേർക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. 1.5 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ചേർക്കുക. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ 6 വിസിൽ ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ വേവിനനുസരിച്ച് ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ വേറൊരു കടായി എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്. കടായി എടുത്തിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ചു. ഒരു 5-6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, എല്ലാം കുറേശ്ശെ കേട്ടോ. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർക്കണം കേട്ടോ അതിലേക്ക് മല്ലിയില, കുറച്ച് മല്ലിയിലയും കൂടി കൊത്തി അരിഞ്ഞതും കൂടി ചേർക്കുക. ഇതൊക്കെ കൂടി കിടന്ന് എണ്ണയിൽ മൂത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ് കറിക്ക് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു 10-20 ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് വരട്ടെ. ഇതൊക്കെ കൂടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ബീഫ് കുക്കറിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ബീഫിൻ്റെ ഗ്രേവി, അത് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമുക്കിപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറി കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ വയറ്റി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഈ കറിയിൽ. ഒക്കെ പെട്ടെന്നാവും, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്.
പ്രത്യേകിച്ച് നോമ്പിനൊക്കെ എല്ലാവരും പത്തിരിയും പൊറാട്ടയും ഒക്കെ കൂടി കഴിക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറി ഒന്ന് കുറച്ചുകൂടി തിളച്ചതിന് ശേഷം നമുക്ക് ഒരു 10-15 മിനിറ്റ് തിളപ്പിക്കുക. അതിന് ശേഷം നമ്മളിതിലിപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി മേലക്കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് 1 നാരങ്ങയുടെ നീരാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ചേർക്കുക. ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഗ്രേവി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.